നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. മദീനയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ശക്തമായ മഴയും കാറ്റുമാണ്. പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മേഖലയിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു. മഴ ശക്തമായതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കാണ് പല സ്ഥലങ്ങളിലും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മഴ ആരംഭിച്ചത്. രാത്രി 9 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി, ഗതാഗതം തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകളിലേക്കും പോകരുതെന്ന് അധികൃതർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മദീന ഉൾപ്പെടെ ചില പ്രദേശങ്ങളിൽ ഇന്നും മഴ പെയ്യുമെന്ന് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം UAE കാലാവസ്ഥ ഇന്ന് ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി അറിയിച്ചു. കിഴക്കൻ തീരത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട്. കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും. ഉച്ചയോടെ മഴ കിഴക്കോട്ടും തെക്കോട്ടും എത്താനുള്ള സാധ്യതയുള്ളതായും NCM അറിയിച്ചു. മഴ കുറവുള്ള സമയങ്ങളിൽ ചൂട് ഉയർന്നു തന്നെ നിൽക്കും. പകൽ സമയത്ത് നേരിയതോ മിതമായതോ ആയ രീതിയിൽ തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കാറ്റ് വീശുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. അബുദാബിയിൽ 44 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 42 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും ഇന്നും കൂടിയ താപനില. അബുദാബിയിൽ 31 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 30 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും കുറഞ്ഞ താപനില. ഇന്ന് രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും അന്തരീക്ഷം ഈർപ്പമുള്ളതായിരിക്കും. ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പകൽ സമയത്ത് നേരിയതോ മിതമായതോ ആയ കാറ്റ് തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ വീശും. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ നേരിയ തോതിൽ പ്രക്ഷുബ്ധമാകും. അതുപോലെ വേനലിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ സൂക്ഷ്മത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന താപനിലയിലും അന്തരീക്ഷ ഈർപ്പത്തിലും സൂക്ഷിക്കുന്ന മരുന്നുകളിൽ മാറ്റം വരും. കാലാവധി തീയതിക്ക് മുൻപ് അവയുടെ ഫലപ്രാപ്തി കുറയും. ക്യാപ്സ്യൂളുകൾ, പൗഡറുകൾ, ക്രീമുകൾ, ഓയിൻമെന്റുകൾ, ടാബ്ലറ്റുകൾ, ഇഞ്ചക്ടറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മരുന്ന് ഉൽപ്പന്നങ്ങൾ ശരിയായ താപനിലയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ചീത്തയാകും. ബാത്റൂമിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണം. സൂര്യപ്രകാശവും ചൂടും ഏൽക്കാതെ കുട്ടികളുടെ കൈ എത്താത്ത സ്ഥലത്ത് ഇവ സൂക്ഷിക്കണം. ഗുളികയിൽ പൊട്ടൽ, നിറം മാറ്റം, മണത്തിൽ വ്യത്യാസം, കൂടുതൽ മൃദുവാവുകയോ കട്ടി കൂടുകയോ ചെയ്യുക, മരുന്നിന്റെ ലിക്വിഡിറ്റിയിലോ വിസ്കോസിറ്റിയിലോ സാധാരണയേക്കാൾ മാറ്റം എന്നിവ കണ്ടാൽ അവ ഉപയോഗയോഗ്യമല്ല. മരുന്ന് വാങ്ങുമ്പോൾ തന്നെ എത്ര താപനിലയിലാണ് അവ സൂക്ഷിക്കേണ്ടതെന്ന് ഫാർമസിയിൽ ചോദിക്കുന്നതാണ് ഏറെ ഉചിതം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.